Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എവിടെ വരെ എടുത്തു നിർത്തിയത് ഓർമ്മയുണ്ടോ? വെബ് ബ്രൗസേഴ്സ് വരെയല്ലേ? ആണോ? എവിടെ വരെ എടുത്തു നിർത്തിയത്? ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് പറയുമോ? വെബ് ബ്രൗസേഴ്സ് വരെയല്ലേ നമ്മൾ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അത് എവിടെ നമ്മൾ ആ ഫസ്റ്റ് പോയിന്റ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? യൂസർ ഇന്റർഫേസ് വരെയല്ലേ പറഞ്ഞു നിർത്തിയുള്ളൂ? കംപ്ലീറ്റ് ആയില്ലല്ലോ അത്? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു വെബ് ബ്രൗസേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? രണ്ടെണ്ണം വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ പറയാമോ? ഇതാണ് രണ്ട് എക്സാമ്പിൾ. പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടാ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ വെബ് ബ്രൗസേഴ്സിൽ നമുക്ക് എന്താണ് ഏറ്റവും ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു വെബ്സൈറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു വെബ്സൈറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വെബ്സൈറ്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. കൃത്യമായ നമ്മുടെ സെർച്ചിങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ചാപ്റ്റർ പറഞ്ഞിരുന്നല്ലോ മിസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കിട്ടിയില്ലേ? ചാപ്റ്ററിന്റെ പേര് കിട്ടിയില്ലേ? ഓക്കെ, നോക്കിയേ, അപ്പൊ നമുക്കൊരു വെബ്സൈറ്റിലേക്കുള്ള എൻട്രി അല്ലെ, വെബ്സൈറ്റുമായിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു ഇൻഫർമേഷൻ അറിയണം. നമ്മൾ ഈ ഒരു ഗൂഗിൾ ക്രോമിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സെർച്ച് ചെയ്ത ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിലേക്ക് നമ്മളെ ഈ ഒരു വെബ് ബ്രൗസേഴ്സ് ആണ് കൊണ്ടുപോകുന്നത് അല്ലെ. ആ നമുക്ക് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെർച്ച് ചെയ്ത് നമ്മൾ ഒരു സെർച്ച് ചെയ്ത ഒരു വിഷയത്തെ കുറിച്ച് സെർച്ച് ചെയ്ത ഒരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒത്തിരി വിവരങ്ങൾ നമുക്ക് കിട്ടും അല്ലെ. പല വെബ് പേജുകളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് അവൈലബിൾ ആക്കി വരും. അതിൽ നിന്ന് നമുക്ക് ആ ഓൺലൈൻ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള എക്സാമ്പിളുകൾ നമ്മൾ രണ്ടെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവയായതുകൊണ്ടാണ് അത് രണ്ടെണ്ണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നെക്സ്റ്റ് 4 പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് യൂസർ ഇന്റർഫേസ്. എങ്ങനെയാണ് ഈ വെബ് ബ്രൗസേഴ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഗൂഗിൾ ക്രോം ഒക്കെ യൂസ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണോ? ഇല്ല. അത്യാവശ്യം നോളജ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ടൈപ്പിംഗ് അറിയാവുന്ന സെർച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്രസ് ബാറുകൾ ഉണ്ട്, ബുക്ക് മാർക്സ് ചെയ്യാം. ഇനി മറ്റെവിടേക്കെങ്കിലും പോകാൻ മറ്റ് സൈറ്റുകളിലേക്ക് പോകാനായിട്ടുള്ള നാവിഗേഷൻ ബട്ടണുകൾ, അങ്ങനെ ഒത്തിരി. അതുപോലെ URLs അല്ലെ, നമ്മുടെ യൂണിക് ആയിട്ടുള്ള റെഫറൻസ് ലിങ്കുകളൊക്കെ നമുക്ക് URLs ടൈപ്പ് ചെയ്യാൻ പറ്റില്ലേ? നമ്മളെന്താ HTTP എന്നൊക്കെ പറഞ്ഞ് ഒരു സൈറ്റ് വെബ്സൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? URLs വഴി സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെർച്ച് ചെയ്ത് വളരെ എളുപ്പത്തിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, ആ ഉപയോഗിക്കുന്ന വ്യക്തിയെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് ലഭ്യമാക്കി നൽകുന്നത്. എങ്ങനെയാ? നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് അപ്പീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആകർഷകമാവുന്ന രീതിയിലാണ് ലഭ്യമാക്കി നൽകുന്നത്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂസർ ഇന്റർഫേസ്. എങ്ങനെയുള്ളതാ? യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംവിധാനമാണെന്നുള്ളത്. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. അല്ലെ, ഇത്രയും വരെയും ക്ലിയർ ആണോ? വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങള് ഓക്കെ ആണോ? അടുത്ത ഭാഗം ചെയ്യട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെൻഡറിംഗ് വെബ് പേജസ്. ഇനി റെൻഡറിംഗ് വെബ് പേജസിൽ വരുന്നത് ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് നമ്മൾ 10th പഠിച്ചിട്ട് നിങ്ങൾ HTML, അതുപോലെ C++, ജാവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അതിന്റെയൊക്കെ ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? അതിന്റെയൊക്കെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണോ? അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്, പക്ഷെ നമുക്ക് നേരിട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ലല്ലോ. അപ്പൊ ഇവിടെയും അത് തന്നെ. നമ്മളൊരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ ആ ഫോർമാറ്റിലുള്ളതായിരിക്കാം. പക്ഷെ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്? നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിട്ടല്ലേ അത് ഡിസ്പ്ലേ ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തി തരുന്നത് അല്ലെ. നമുക്ക് എപ്പോഴും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെ വരുന്നത് ഇപ്പൊ HTML ഭാഷയിൽ ലാംഗ്വേജിലുള്ളതാവാം, ജാവ ലാംഗ്വേജ്, അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ലാംഗ്വേജുകളിൽ അല്ലെ വെബ് ബ്രൗസേഴ്സ് അങ്ങനെയുള്ള ലാംഗ്വേജുകൾ ഇന്റർപ്രറ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തി ആ യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെ, ആ യൂസറിന് ആ സ്ക്രീനിൽ നോക്കി വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് നമുക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. അതാണ് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റെൻഡറിംഗ് വെബ് പേജ് ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? അല്ലാതെ ആ ഒരു സെന്റൻസ് വായിച്ച് നിങ്ങൾക്ക് കിട്ടില്ല, അതുകൊണ്ട് മിസ് അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള HTML ആയിക്കോട്ടെ, ജാവാ സ്ക്രിപ്റ്റ് മോഡ് ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന പേജ് നമ്പറോ മിസ്സിന്റെ പേജ് നമ്പർ ആയിട്ടില്ല. നിങ്ങളുടെ ആരെങ്കിലും ഒന്ന് ആ പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോ റെൻഡറിംഗ് വെബ് പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്ന HTML, ജാവ സ്ക്രിപ്റ്റ് പോലെയുള്ള വെബ് ബ്രൗസേഴ്സിൽ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തി തരാനായിട്ട് ഈ വെബ് ബ്രൗസേഴ്സ് ആണ് സഹായിക്കുന്നത്. മനസ്സിലാവും? ക്ലിയർ ആണല്ലോ? മൂന്നാമത്തത് ടാബ്ഡ് ബ്രൗസിംഗ്. എന്താണ്? ഇപ്പൊ നമ്മള് ഗൂഗിൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലൊരു പ്ലസ് ചിഹ്നം ഉണ്ടാവും അല്ലെ. സെർച്ച് ചെയ്യുന്നതിന് ഇപ്പുറത്ത് പുതിയ പുതിയ ടാബുകൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ലേ? ചെയ്യാറുണ്ടോ നിങ്ങള്? ഒരെണ്ണം നമ്മൾ സെർച്ച് ചെയ്തു, ഒരു വെബ് പേജിൽ നമ്മൾ കയറി കഴിഞ്ഞുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ഒരെണ്ണം സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പ്ലസ് മാർക്കിൽ നോക്കി അടുത്ത ന്യൂ ടാബ് ഓപ്പൺ ചെയ്ത് അതിലും നമ്മൾ അടുത്തൊരു വെബ്സൈറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യും അല്ലെ. ഈ 2 വെബ്സൈറ്റ് എത്ര സെർച്ചിങ് നടത്തിയാലും ആ ടാബുകളെല്ലാം അവിടെ തന്നെ ഉണ്ടാവില്ലേ? നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് വരെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത് ടാബ്ഡ് ബ്രൗസിംഗ്. നമുക്ക് എത്ര വേണമെങ്കിലും ടാബ്സ് ഉപയോഗിച്ച് എത്ര സൈറ്റുകൾ വേണമെങ്കിലും അറ്റ് എ ടൈം ഓപ്പൺ ചെയ്ത് വെക്കാം. അതായത് ടാബ്ഡ് ബ്രൗസിംഗ് ഈസ് ആൻ അക്സെപ്റ്റഡ് ഫീച്ചർ ഇൻ വെബ് ബ്രൗസേഴ്സ് ദാറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു ഓപ്പൺ മൾട്ടിപ്പിൾ വെബ് പേജസ് വിത്തിൻ എ സിംഗിൾ ബ്രൗസർ വിൻഡോ.
അല്ലെ? ഒരു സിംഗിൾ ബ്രൗസർ ആയിരിക്കും. നമ്മൾ ഒരു ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ക്രോമിൽ അറ്റ് എ ടൈം നമുക്ക് ഒരു സിംഗിൾ ബ്രൗസർ വിൻഡോയുടെ കൂടെ നമുക്ക് ഒത്തിരി വെബ് പേജുകൾ ഈ ടാബ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അല്ലെ? ആ ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ അതിലെ ബുക്ക് മാർക്സും ഹിസ്റ്ററിയും ഉണ്ട് അല്ലെ? ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയുള്ള ബ്രൗസേഴ്സ് മേക്ക് യൂസേഴ്സ് ഏബിൾ ടു ബുക്ക് മാർക്ക് ദെയർ മോസ്റ്റ് ലൈക്ഡ് വെബ്സൈറ്റ്സ് ഓഫ് ടു ആക്സസ്. നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ബുക്ക് മാർക്കായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ? നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റില്ലേ? പറ്റുമോ? നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിന്റെ ഹിസ്റ്ററി നമുക്ക് ഈ ഒരു വെബ് ബ്രൗസറിൽ കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഈ വെബ് ബ്രൗസറിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഓൾസോ കീപ് എ browsing history permitting users to revisit formerly visited web pages. അപ്പൊ നമുക്ക് ഒരു വിസിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു വെബ് പേജ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത് റീവിസിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരാഴ്ച മുൻപ് വിസിറ്റ് ചെയ്തൊരു വെബ് പേജ് ആയിരിക്കാം. നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹിസ്റ്ററിയിൽ പോയാൽ എളുപ്പത്തിൽ ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പേജിലേക്ക് പോകാൻ പറ്റില്ലേ? അപ്പൊ അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബുക്ക് മാർക്കുകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടാബുകളുടെയും സഹായത്തോടു കൂടി ഒരേ സമയത്ത് നമുക്ക് ഒത്തിരി വെബ് പേജുകൾ ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ടാബ് ബ്രൗസിംഗ് ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. നമുക്കറിയാം നമ്മുടെ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സെക്യൂരിറ്റിയും പ്രൈവസിയും ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ? വെബ് ബ്രൗസേഴ്സ് ഗിവ് priority to security and privacy features to protect users' data and provide a secure browsing experience. ഒരു സുരക്ഷിതമായ ഒരു ബ്രൗസിംഗ് എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി അവിടെ ആ യൂസറിന്റെ ഡേറ്റാസ് കാര്യങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്ത് പ്രൈവസി നല്ല സുരക്ഷയോട് കൂടി പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സെക്യൂർഡ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ട്. ഇത്രയും 4 കാര്യങ്ങളും എന്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നതാണ്? ഒരു വെബ് ബ്രൗസറിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. അതായത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്, വെബ് പേജ് റെൻഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ടാബ്ഡ് ബ്രൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയും ഉറപ്പുവരുത്തുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ 4 എണ്ണം ഇനി പറയണോ? ആ 4 എണ്ണം ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. Okay. Then popular web browsers consist of. ഇനി കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് ആണ് താഴെ പറയുന്നത് കേട്ടോ. അതിൽ നമുക്ക് ആദ്യത്തേക്ക് നമുക്ക് അറിയാവുന്ന കുറച്ചെണ്ണം ഉണ്ടാവും. ഗൂഗിൾ ക്രോം നമുക്കറിയാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ് ആണ് അല്ലെ? മോസില്ല ഫയർഫോക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആപ്പിൾ സവാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേര കേട്ട് കാണുമായിരിക്കും അല്ലെ? നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവും. പണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ, ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഫോണുകളിലൊക്കെ കൂടുതലായിട്ടും ഒപ്പേര ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം തന്നെയായിരിക്കും അല്ലെ? ഇതൊക്കെ നമ്മുടെ വെബ് ബ്രൗസേഴ്സിന്റെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിളുകളായിട്ട് അത് നോക്കി വെക്കാം കേട്ടോ. അപ്പൊ അതിൽ ഏതെങ്കിലും എക്സാമ്പിളുകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് താഴെ പറയുന്നവർ ഏതൊക്കെയാണ് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സിൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പാകത്തിന് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഏതൊക്കെയാണെന്നുള്ളത് ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല ഫയർഫോക്സ്, പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആപ്പിൾ സവാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേര, ഇത്രയെണ്ണാണ് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് കേട്ടോ, നമുക്ക് പരിചയമുള്ളവ. Then users have the flexibility to select the browsers that best suits their preference, needed and platform of choice. ഇവിടെ ഇന്ന വെബ് ബ്രൗസർ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല അല്ലെ? നമ്മുടെ ആവശ്യകത യൂസർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഏത് വെബ് ബ്രൗസർ ആണോ അവർക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത് അത് പ്രിഫറൻസ് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അല്ലെ? അല്ലാതെ ഗൂഗിൾ ക്രോമിൽ മാത്രം സെർച്ച് ചെയ്താൽ ഇന്ന സാധനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സിൽ മാത്രമേ ഇന്ന സാധനം കിട്ടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഏതാണോ അത് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് വെബ് ബ്രൗസർ വേണമെങ്കിലും ഉപയോഗിച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമായിട്ട് കിട്ടും. അപ്പൊ ഇവിടെ നമ്മളൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് അല്ലെ? നമ്മളിവിടെ ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെയല്ലേ നമ്മൾ സെർച്ച് ചെയ്യാം അല്ലെ? ഗൂഗിൾ ക്രോമിലൊക്കെ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് എത്താൻ പറ്റും.
ജസ്റ്റ് വെറുതെ പിക്ചർ ഒന്ന് കാണിച്ചിരിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ് ഓൺലൈൻ സെക്യൂരിറ്റി. അല്ലെ, നിങ്ങൾ കേട്ട് കാണും മാൽവെയർസ് ഇല്ലേ, കേട്ടിട്ടുണ്ടോ? ഫിഷിംഗ്, അതുപോലെ ഐഡന്റിറ്റി തെഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ അല്ലെ. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണില് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അവർ പറയാറ്? അറിയാറില്ലേ? സൈബർ പോലീസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടാറില്ലേ? ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഓൺലൈൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, ഓൺലൈൻ സെക്യൂരിറ്റി threats refers to numerous risks and vulnerabilities that can compromise the security of individuals, organizations and systems when using the internet. അതായത് ഇപ്പൊ ഇവിടെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണികൾ എന്ന് പറഞ്ഞാല് ന്യൂമറസ് റിസ്ക് ആണ്, നിരവധി അപകട സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഒരു ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, സ്ഥാപനമാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോ പലതരത്തിലുള്ള അപകട സാധ്യതകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വൾനറബിലിറ്റീസ് വന്ന് ആക്രമിക്കപ്പെടാനിടയുള്ള സ്ഥിതി വിവരങ്ങള്, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയാണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണികൾ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലുമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടാവാം. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ പലതരത്തിലുള്ള അപകട സാധ്യതകൾ വരാം, അല്ലെങ്കിൽ ചിലപ്പോ ആക്രമിക്കപ്പെടാനിടയുള്ള സ്ഥിതി വിവരങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭീഷണിയാണ് ഓൺലൈൻ ആയിട്ടുള്ള സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണിയാണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള അങ്ങനെയുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകൾ അല്ലെങ്കിൽ ഭീഷണികളാണ് നമ്മുടെ മുന്നിൽ ഇനി കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ. അതിൽ ഒന്നാമത്തതാണ് മാൽവെയർ. കേട്ടതാണോ ആയിരിക്കും നിങ്ങൾ അല്ലെ? മാൽവെയർസ് അല്ലെങ്കിൽ വൈറസുകൾ വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ആന്റി വൈറസ് വേണ്ടി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഇല്ലേ? നിങ്ങളുടെ ലാപ്ടോപ്പിലൊക്കെ ആന്റി വൈറസ് സോഫ്റ്റ്വെയർസിന് വേണ്ടിയിട്ടുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മാൽവെയർസിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. ഈ മാൽവെയർ അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ, മാൽവെയറിന്റെ ഷോർട്ട് ആക്കി മാൽവെയർ എന്ന് പറയുന്നതാണ്. അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് കേട്ടോ. മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കൺസിസ്റ്റ് ഓഫ് വൈറസുകള്, വേംസ്, ട്രോജൻസ്, റാൻസംവെയർ, സ്പൈവെയർ, ഇതെല്ലാം മാൽവെയറിന്റെ ഉൾപ്പെടുന്ന എക്സാമ്പിളുകളാണ് കേട്ടോ. അപ്പൊ വൈറസുകൾ വരാം, വേംസ് വരാം, ഇതെല്ലാം മാൽവെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത് എക്സ്ട്രാ എന്താണെന്നും വ്യക്തമായിട്ട് ഇങ്ങനെ ഓരോന്നും എക്സ്ട്രാ എടുത്ത് പഠിക്കുന്നത്. അത് മാൽവെയറുമായി ബന്ധപ്പെട്ട് വരുന്ന, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള മാൽവെയർസ് ആണ്. വൈറസ് ആയിക്കോട്ടെ, വേംസ് ആയിക്കോട്ടെ, ട്രോജൻസ് ആയിക്കോട്ടെ, റാൻസംവെയർ ആയിക്കോട്ടെ, സ്പൈവെയർ ആയിക്കോട്ടെ, ഇതെല്ലാം ഈ മാൽവെയറിലാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. Then malware is outlined to damage or attain unauthorized entry to system and steal sensitive information or damage normal computer operation. നമുക്കറിയാം ഇങ്ങനെ ഒരു മാൽവെയർസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിന് പറ്റുക? ഡാമേജ് വരുത്തും അല്ലെ. ഇല്ലേ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് കയറി കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിലെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഡാമേജ് വരുത്താം, അല്ലെങ്കിലോ സ്റ്റീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യാം? മോഷ്ടിക്കുകയും ചെയ്യാം. ഈ മാൽവെയർസ് എന്ന് പറയുന്നത് ഡാമേജ് ഓർ അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി ഇൻടു എ സിസ്റ്റം, സിസ്റ്റത്തിലേക്ക് ഇത് എന്താണ് ഒരു അനധികൃതമായിട്ട് അല്ലെങ്കിൽ അംഗീകാരമില്ലാതെ, അപ്രൂവൽ ഇല്ലാതെ ഇത് ആ ഒരു സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഡാമേജ് വരുത്താം, അല്ലെങ്കിൽ ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മോഷ്ടിക്കപ്പെടുകയും ചെയ്യാം. ക്ലിയർ ആണോ മാൽവെയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. മാൽവെയർസിൽ ഉൾപ്പെടുന്നവ ഏതാണ്, അത് എന്തുകൊണ്ട്, എന്തിനാണ് അത് കാരണമാകുന്നത്, അത് മാത്രം നോക്കി വെക്കാം കേട്ടോ. അടുത്തതാണ് ഫിഷിംഗ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഓരോരോ നമ്മൾ കേട്ട കാര്യങ്ങളായിരിക്കും, അത് ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം കേട്ടോ.
Phishing ആവുമ്പോ എന്താണ്? Involves deceitful attempts to deceive users into providing sensitive information like password, credit card details or personal data. ഇവിടെ ഫിഷിംഗില് നമ്മുടെ ഉപയോക്താക്കളെ അല്ലെങ്കിൽ ഉപയോക്താക്കളെ കബളിപ്പിക്കാനുള്ള വഞ്ചനാപരമായ ശ്രമങ്ങളാണ് ഉൾപ്പെടുന്നത്. ഡിസീറ്റ്ഫുൾ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായിട്ടുള്ള ശ്രമങ്ങൾ. അപ്പൊ അവിടെ കബളിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഉപയോക്താക്കളെ യൂസേഴ്സിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വഞ്ചനാപരമായിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളാണ് ശരിക്കും ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്താണ്, നമ്മളിപ്പോ ഫോൺ കോൾ വിളിക്കുമ്പോ എന്താണ് നമ്മളോട് ആ ഒരു ഫോൺ കോളിൽ പറയാം? ഇപ്പൊ എന്ത് കോൾ വിളിച്ചാലും ഒരു മെസ്സേജ് വരും അല്ലെ? എന്താണ് മെസ്സേജിൽ പറയുന്നത് നിങ്ങളോട്? ഏത് കോൾ വിളിച്ചാലും ഒരു മെസ്സേജ് അല്ല ആദ്യം കേൾക്കുന്നേ. എന്ത് മെസ്സേജാ കേൾക്കാറ്? എന്ത് മെസ്സേജാ കേൾക്കാം? മറന്നുപോയോ? തെറ്റായ രീതിയിൽ സൈബർ ക്രൈമിനെ കുറിച്ചാണ് അല്ലെ. ഇപ്പൊ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചിലപ്പോൾ ഫോൺ കോളുകൾ വരാം, മെസ്സേജുകൾ വരാം അല്ലെ, ഇമെയിലുകൾ വരാം. ചിലപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്നൊരു ഇമെയിൽ വരാം അല്ലെ, ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ വേണ്ടി അയച്ചു തന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള അറ്റംപ്റ്റുകൾ, അതപ്പോ എന്താണ്? ഇമിറ്റേറ്റ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്, ആ നിയമപരമായിട്ടുള്ള ആ സ്ഥാപനങ്ങളെ അനുകരിക്കുന്ന രീതിയിലുള്ള മെസ്സേജ്. അതായത് ബാങ്ക് അയക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും ഇവര് മെസ്സേജ് അയക്കുക അല്ലെ. ആണല്ലോ, എപ്പോഴും അങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്നു നമുക്ക്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാത്ത രീതിയിലായിരിക്കും അയക്കുക. അപ്പൊ ബാങ്ക് എങ്ങനെയാണ് ഒരു മെസ്സേജ് അയക്കുക, അതേപോലെ എക്സാമ്പിൾ പറയുന്നതാണ് ടെക്സ്, അതേപോലെ തന്നെ അനുകരിച്ചു കൊണ്ടായിരിക്കും ഇവരും മെസ്സേജുകള് അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മുടെ ബാങ്ക് അയച്ചതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ആ വെബ്സൈറ്റിൽ കയറുകയോ അല്ലെങ്കിൽ ഇപ്പൊ OTP കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ യൂസേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉപയോക്താക്കളെ അങ്ങനെ കബളിപ്പിച്ച് അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തട്ടിയെടുക്കുകയാണ് ഫിഷിംഗ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഫിഷിംഗ് എന്താന്നുള്ളത്? നോക്കിയപ്പോ the phishing involves deceitful attempt to deceive users into providing sensitive information like passwords. ഇപ്പൊ ചില ആളുകളുടെ പാസ്വേർഡ്സ് ആയിരിക്കും അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഡേറ്റയോ മുതലായവയൊക്കെ ഉപയോക്താക്കളെ കബളിപ്പിച്ച് വഞ്ചനാപരമായ ശ്രമങ്ങളിലൂടെ ഇവർ കൈക്കലാക്കുന്നു. അതായത് ഫിഷിംഗ് അറ്റാക്സ് ഓഫൺ ടേക്ക് ദ ഫോം ഓഫ് ഡിസെപ്റ്റീവ് ഇമെയിൽസ്. അതായത് ഒരു വഞ്ചനാപരമായ രീതിയിലുള്ള ഇമെയിൽസ് രൂപേണ, അപ്പൊ വെബ്സൈറ്റുകളിലൂടെയാവാം, അല്ലെങ്കിൽ ഇമെയിൽസ് ഉപയോഗിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടാവും. ദാറ്റ് ഇമിറ്റേറ്റ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്, നമ്മുടെ രേഖാപരമായിട്ട് നിയമാനുസൃതമായ സ്ഥാപനങ്ങളെ അനുകരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളോ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽസ്, വഞ്ചനാപരമായ രീതിയിലുള്ള ഇമെയിൽസിന്റെ രൂപേണയോ ഇത് യൂസേഴ്സിന് കൊടുക്കുകയും യൂസേഴ്സ് എന്ത് ചെയ്യും? ട്രാക്കിംഗ് യൂസേഴ്സ് ഇൻ ടു റിവീലിംഗ് ദെയർ ഇൻഫർമേഷൻ. അവരെന്ത് ചെയ്യുന്നു? ആ ഉപഭോക്താക്കളെ ഇങ്ങനെയുള്ള കബളിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അയച്ച് അവരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കൈക്കലാക്കുകയും ചെയ്യും. അതാണ് ഫിഷിംഗ്. ക്ലിയർ ആണോ? ഫിഷിംഗ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. എന്തായിരിക്കും ഐഡന്റിറ്റി തെഫ്റ്റ്? The identity theft happen when someone acquires and uses another person's personal information such as social security numbers, credit card details or login credentials without their permission. This can end in financial loss, unauthorized entry to accounts and damage to an individual's reputation. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസോ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകള്, ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകള്, ലോഗിൻ ക്രെഡൻഷ്യൽസ്, നമ്മുടെ പാസ്വേഡ്, യൂസർ ID മുതലായിട്ടുള്ള കാര്യങ്ങള് അവരുടെ പെർമിഷൻ ഇല്ലാതെ, ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ മറ്റൊരു വ്യക്തി കൈക്കലാക്കുന്നു, അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തി ഇപ്പൊ ഒരാള് ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ പാസ്വേഡുകൾ, പേഴ്സണൽ ഇൻഫർമേഷൻസ്, ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം എന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ എന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു വ്യക്തി അത് അക്വയർ ചെയ്യുന്നത്, ലഭ്യമാക്കുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണെന്നുള്ളത്? ഓക്കെ. അപ്പൊ ഈ ഐഡന്റിറ്റി തെഫ്റ്റ് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒത്തിരി ഫിനാൻഷ്യൽ ലോസ് വരാം അല്ലെ. ഞാനല്ല അത് ഉപയോഗിക്കുന്നത്, അപ്പൊ മറ്റൊരാളാണ് അത് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നമ്മുടെ കയ്യിലുള്ള പൈസയോ കാര്യങ്ങളോ ഒക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ലേ? അല്ലേ? ഫിനാൻഷ്യൽ ലോസ് വരാം, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം സംഭവിക്കാം ആ വ്യക്തിക്ക്. അതുപോലെ അൺഓതറൈസ്ഡ് എൻട്രി ടു അക്കൗണ്ട്സ്, പല അക്കൗണ്ടുകളിലേക്ക് അനുവാദമില്ലാതെ ഇവര് പ്രവേശിച്ചെന്ന് വരാം അല്ലേ? ആൻഡ് ഡാമേജ് ടു ആൻ ഇൻഡിവിജ്വൽസ് റെപ്യൂട്ടേഷൻ, ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ ചിലപ്പോ ഇത് ബാധിച്ചേക്കാം. ഇതെല്ലാം ഇത് ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ദോഷങ്ങളാണ്. അപ്പൊ അവരുടെ ഫിനാൻഷ്യലി അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കാം. അതുപോലെ അവരുടെ പല അക്കൗണ്ടുകളിലേക്കും ഇവര് അനുവാദമില്ലാതെ പ്രവേശിക്കാം. അതുപോലെ അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തിയെ ചിലപ്പോൾ ഡാമേജ് അല്ലെങ്കിൽ തകരാറ് സംഭവിച്ചേക്കാം. ക്ലിയർ ആണോ ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണെന്നുള്ളത്? മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് ഡേറ്റ ബ്രഞ്ചസ്. എന്തായിരിക്കും ഡേറ്റ ബ്രഞ്ച്? Okay, data breaches include unauthorized entry to sensitive information like personal records, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in the system or networks. Data breaches may end in a lot of financial losses, reputational damage, and compromised privacy. എന്താണ് ഒരു ഡേറ്റ ബ്രഞ്ച് എന്ന് പറയുമ്പോൾ? ഡേറ്റയുമായി ബന്ധപ്പെട്ട ബ്രഞ്ചസ് എന്ന് പറഞ്ഞാൽ ലംഘനങ്ങളാണ് കേട്ടോ. ഡേറ്റയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ, അതായത് ഇവിടെ ബ്രഞ്ചസ് അല്ലെങ്കിൽ ഡേറ്റ ബ്രഞ്ചസ് അല്ലെങ്കിൽ ഡേറ്റയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലോട്ട് ഒരു മറ്റു വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഹാക്കേഴ്സ് എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. ഹാക്കേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? കേട്ടിട്ടുണ്ടോ പേര്? അപ്പൊ അങ്ങനെയുള്ള ഹാക്കേഴ്സ് എന്ത് ചെയ്യും? അൺഓതറൈസ്ഡ് എൻട്രി, അതായത് ഇവർക്ക് അനുമതിയൊന്നുമില്ല അതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പ്രവേശിക്കാനായിട്ട്, പക്ഷെ ഇവര് അനുമതിയില്ലാതെ സെൻസിറ്റീവായ ഇൻഫർമേഷൻസ് അക്കൗണ്ടുകളിലോട്ടൊക്കെ ഇവര് പ്രവേശിക്കുകയും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള റെക്കോർഡുകള്, ഫിനാൻഷ്യൽ പരമായ ഡേറ്റാസ്, അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, ഭൗതിക സ്വത്ത്, അതുപോലെ നോർമലി ഹാക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ exploiting vulnerabilities in the system and network അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള അപകട സാധ്യതാ മേഖലകൾ എന്താണ്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാനിടയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് ആ മേഖലയിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെറിയൊരു സൂചനം അല്ലെങ്കിൽ ഒരു പഴുത് കിട്ടിയാൽ അതിലൂടെ ഇവർ കടന്ന് എന്ത് ചെയ്യുന്നു? അവർ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാവാം. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള റെക്കോർഡുകള്, ഫിനാൻഷ്യൽ ഡേറ്റാസ് മുതലായ കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു? കൈക്കലാക്കുന്നതിനെയാണ് എന്ത് ഡേറ്റ ബ്രഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡേറ്റ ബ്രഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള റെക്കോർഡുകൾ കൊണ്ടുപോകുന്നു, അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇവര് കൈക്കലാക്കുന്നത് വഴി ആ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെ വ്യത്യാസങ്ങൾ? ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വരാം അല്ലെ, സാമ്പത്തികപരമായിട്ട് ഒത്തിരി നഷ്ടങ്ങൾ വരാൻ പറ്റില്ലേ? പറ്റുമോ? അതുപോലെ ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി ഡാമേജ് ആക്കില്ലേ? പ്രശസ്തി കുറയില്ലേ? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശസ്തി പോവും. അതുപോലെ ഫിനാൻഷ്യലി ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. അൺകോംപ്രമൈസ്ഡ് പ്രൈവസി, ഇവരുടെ ആ ഒരു പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു വ്യക്തികള് ഹാക്കേഴ്സ് ഇത് എന്ത് ചെയ്തു? കവർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ ഇൻഫർമേഷൻസും ഡേറ്റാസും അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവരവിടെ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ ആ ഒരു പ്രൈവസി മായി ബന്ധപ്പെട്ട് അവിടെ കോംപ്രമൈസ് നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അവരോട് അവരെന്ത് ചെയ്യേണ്ടി വരും? കോംപ്രമൈസ് ചെയ്താൽ മാത്രമല്ലേ അവരതിൽ നിന്നും അവരുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും വിട്ടു നൽകുള്ളൂ. എന്താ കാരണം? എന്താ? ഇവരൊരു സ്ഥാപനമായിട്ടൊക്കെ പ്രവർത്തിക്കും, അവരുടെ റെപ്യൂട്ടേഷനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് കോംപ്രമൈസിനും ഇവരെന്ത് ചെയ്യും? ഈ സ്ഥാപനത്തിനുടമകള് തയ്യാറാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി നഷ്ടങ്ങളും ഈ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിയായിട്ടാണെങ്കിലും അവർക്കൊക്കെ വരാനായിട്ട് ഈ ഡേറ്റ ബ്രഞ്ചസ് വഴി സാധിക്കുന്നുണ്ടെന്ന് പറയും. ക്ലിയർ ആണോ?
ഡേറ്റാ ബ്രാഞ്ചസ് ക്ലിയർ ആണോ? ഓക്കെ. Then അടുത്തതാണ് man in the middle. Mid-M attacks. Man in the middle. Okay. Mid-M attacks include intercepting and changing communication between two parties without their knowledge. അതായത് രണ്ട് വ്യക്തികള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും തടസ്സപ്പെടുത്തുകയും അതിൽ വ്യത്യാസപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ, ടു പാർട്ടീസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അവരുടെ അറിവില്ലാതെ ഈ കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് the attacks can overhear, modify or inject spiteful content into the communication and potentially compromising sensitive information or handling the exchange. അതായത് ഇവിടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കമ്മ്യൂണിക്കേഷനില് ചിലപ്പോൾ എന്തെങ്കിലും സ്പൈറ്റ്ഫുൾ കണ്ടന്റ്, എന്തെങ്കിലും എന്താണ് വളരെ വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങളോ കാര്യങ്ങളോ എന്ത് ചെയ്യുന്നു, അവിടേക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അവിടെ ചേഞ്ചസ് പരിഷ്കരിക്കാനോ അല്ലെങ്കിൽ കുത്തിവെക്കാനോ ശ്രമിക്കുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അത് ആ രണ്ട് വ്യക്തികളും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു നിന്നൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, അവരുടെ അറിവില്ലാതെ അതിലെന്തെങ്കിലും തടസ്സങ്ങളോ വ്യത്യാസങ്ങളോ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്ന, സ്പൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വെറുപ്പുളവാക്കുന്ന ഉള്ളടക്കങ്ങൾ എന്നുള്ള മീനിങ്ങാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തം, അങ്ങനെ എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള കണ്ടന്റുകൾ, കാര്യങ്ങള് ഇവരുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, കടത്തിവിടുന്നു അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യുന്നു, കുത്തിവെക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് അങ്ങനെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്യും, തെറ്റായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയി അല്ലെ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രോബ്ലംസ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പൊട്ടൻഷ്യലി കോംപ്രമൈസിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓർ ഹാൻഡ്ലിംഗ് എക്സ്ചേഞ്ച്. പ്രധാനമായിട്ടും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഹാൻഡ്ലിംഗ് ഇൻ ദ എക്സ്ചേഞ്ച്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് പുറത്തു നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഇന്റർസെപ്ഷൻ, തടസ്സങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഓക്കെ. ദെൻ അടുത്തതാണ് പാസ്വേഡ് അറ്റാക്ക്. അതിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, പാസ്വേഡ് അറ്റാക്ക് വേറെ ഇതൊന്നും വരില്ല, കൺഫ്യൂഷൻ ഒന്നും വരില്ല. പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ. പാസ്വേഡ് അറ്റാക്ക് aim to attain unauthorized entry into accounts by cracking or bypassing password security. നമ്മൾ എല്ലാ പാസ്വേഡും നമ്മൾ സെക്യൂർഡ് ആയിട്ടാണ് പാസ്വേഡുകൾ ഇടാറ് അല്ലെ. എന്നാൽ അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ നമ്മളൊരു പാസ്വേഡ് ഒക്കെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ട് ഇടണമെങ്കിൽ ഇന്ന രീതിയിൽ ഇടണം എന്ന് പറഞ്ഞ് പറയാറുണ്ട് അല്ലെ. ഉണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, അതുപോലെ ഹൈഫൺസ് വേണം, നമ്പേഴ്സ് വേണം, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇത്ര നമ്പറുകൾ വേണം അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സെക്യൂർഡ് ആയിട്ടിടുന്ന ഒരു പാസ്വേഡ് ആണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. അതേസമയം ഈ പറയുന്ന പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ സെക്യൂർഡ് ആയിട്ട് ഇട്ടാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ സാധാരണക്കാരനെ കുറച്ചുകൂടി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവരുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ഇതൊക്കെ നടക്കുക അല്ലെ. ഇവിടെ മെയിൻ എയിം എന്ന് പറയുന്നത്, ഈ പാസ്വേഡ് അറ്റാക്കിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് എൻട്രി ഇൻ ടു അക്കൗണ്ട്, ഒരു അക്കൗണ്ടുകളിലേക്ക് അനുവാദമില്ലാതെ ഇവർക്ക് പ്രവേശിക്കണം. അതിനുവേണ്ടി ഇവർക്ക് പാസ്വേഡ് വേണ്ടി വരും അല്ലെ. അപ്പൊ അതിനുവേണ്ടി അവർ ഇവിടെ പാസ്വേഡ് എന്ത് ചെയ്യുന്നു, ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ പാസ്വേഡ് എന്ത് ചെയ്യും, എന്താണ്, തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അക്കൗണ്ടിലേക്ക് കിടക്കുന്ന ആ പാസ്വേഡുകളെ തകർത്തുകൊണ്ട് ആ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടോ അതിനെ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ തകർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ആ ഒരു അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അതിനുവേണ്ടി കോമൺ ആയിട്ട് അവർ കുറച്ച് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണത്.
അതായത് ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്യാം അല്ലെ. ചിലപ്പോൾ നമുക്ക് ഗസ് വർക്കിൽ നമ്മൾ അടിച്ചു കൊടുക്കാറില്ല. ഇപ്പൊ നമ്മളൊരു ആരുടെങ്കിലും ഒരു ഫോൺ കിട്ടി, നമുക്ക് അവരുടെ പാസ്വേഡ് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും, പല പാസ്വേഡുകൾ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പാസ്വേഡുകൾ അടിച്ചു നോക്കാറില്ലേ? ഇല്ലേ? നമ്മുടെ വീട്ടിൽ ആരുടെങ്കിലും ഫോണാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് പരിചയമുള്ള എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അവർക്ക് പരിചയമുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട പാസ്വേഡുകൾ നമ്മൾ എന്ത് ചെയ്യും, ട്രൈ ചെയ്ത് നോക്കും അല്ലെ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ചിലപ്പോ ശരിയാവാം, ചിലപ്പോ ശരിയാവാതിരിക്കാം അല്ലെ. ചെയ്യാറുണ്ടോ അങ്ങനെ? എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവർ വീട്ടിലില്ല എങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ചെയ്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഡിക്ഷണറി അറ്റാക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവര് ഒരു ലിസ്റ്റ് ഓഫ് കോമൺ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫ്രേസസ്, ഇപ്പൊ കൂടുതലായിട്ടും ആളുകള് ഇവർക്ക് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല, കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡ്സ് ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ ഫ്രേസസ് ആയിരിക്കാം അവർ കോമൺ ആണ്. കാരണം ഇവരുടെ ഇൻഫർമേഷൻ ഒക്കെ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവർ കോമൺ ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം, ഏതൊക്കെ ഫ്രേസസ് അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ്സ് ആയിരിക്കാം ഉപയോഗിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ക്രെഡൻഷ്യൽ സ്റ്റഫ് എന്ന് പറഞ്ഞാല് അവിടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവർ എന്ത് ചെയ്യുന്നു, മൊത്തത്തില് മോഷ്ടിക്കുകയാണ് ചെയ്യുക. ആ വ്യക്തിയുടെ യൂസർ നെയിമും പാസ്വേഡും ഇവർക്ക് ഓൾറെഡി അറിയാം, അവരത് മോഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ഇവര് നേരെ ഇതിലേക്ക് കയറുന്നു, ഈ അക്കൗണ്ടിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പല മെത്തേഡുകൾ അല്ലെങ്കിൽ പല കോമൺ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, പാസ്വേഡ് അറ്റാക്ക് നടത്തുന്നത്. Where attackers use stolen or leaked password from other sources to attain unauthorized access. അവിടെ അനുവാദമില്ലാതെ ഈ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലീക്ഡ് ആയിട്ടുള്ള പാസ്വേഡുകളോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട പാസ്വേഡുകളോ യൂസർ നെയിമോ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും അവരിത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പാസ്വേഡ് അറ്റാക്ക് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻസൈഡർ ത്രെറ്റ്. ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുമ്പോൾ the insider threat means risk posed by individuals within an organization who have authorized entry into a systems or sensitive data. അതായത് ഇതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലെ, ഇപ്പൊ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആലോചിച്ചില്ല, ആ വ്യക്തിക്ക് ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡേറ്റയിലേക്കൊക്കെ എൻട്രി ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരിക്കും അല്ലെ. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഓർഗനൈസേഷനില് വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ ഉയർത്തുന്ന ഒരു അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ വ്യക്തികൾ ഉയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയേ, these threats can range from spiteful intent, negligence or unthinking action that compromise security. അതായത് ഇപ്പൊ ഇവരെന്തെങ്കിലും മോശമായ രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു, അല്ലെങ്കിലോ നെഗ്ലിജൻസ്, ചിലപ്പോൾ പല കാര്യങ്ങളും ഇവർ എന്ത് ചെയ്യാറുണ്ട്, അശ്രദ്ധ കൊണ്ടുവരാം അല്ലെ. പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകൾ കടന്നു കയറണമെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അശ്രദ്ധ മൂലം ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു ലോഗിൻ ചെയ്ത് ഒരിടത്തിന് കയറി അത് തിരിച്ച് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യണ്ടേ, ലോഗ് ഓഫ് ചെയ്യണ്ടേ അല്ലെ? ആണോ? നമ്മൾ ഏതൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുമ്പോഴും ലോഗിൻ ചെയ്ത് കയറുന്നത് പോലെ തന്നെ ലോഗ് ഓഫ് ചെയ്താണ് പുറത്തിറങ്ങുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോൾ ഇവർ എന്ത് ചെയ്യാറുണ്ട്, അശ്രദ്ധ മൂലം ചിലപ്പോൾ അത് ലോഗ് ഓഫ് ചെയ്യാൻ അല്ലാതെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഇവർക്ക് എളുപ്പമാണ് ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് ഹാക്കേഴ്സിന്. അതുപോലെ അൺതിങ്കിങ് ആക്ഷൻ ദാറ്റ് കോംപ്രമൈസ് സെക്യൂരിറ്റി സുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന രീതിയിൽ ചിന്താശൂന്യമായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നത് മൂലമോ
ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉണ്ടാക്കുന്നതിനെയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, ആ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്ന അപകട സാധ്യത, ഉയർത്തുന്ന അപകട സാധ്യതയാണ്. ചിലപ്പോ അവർ ചെയ്യുന്ന പലതരത്തിലുള്ള എന്താണ് സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇന്റന്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോ വെറുപ്പുളവാക്കുന്നതോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ അല്ലാത്ത വേറെ ഏതെങ്കിലും സൈറ്റുകളോ കാര്യങ്ങളോ ഓപ്പൺ ചെയ്യുന്നതിന്റെയോ ഭാഗമായിട്ടൊക്കെ വന്നേക്കാം, അല്ലെങ്കിൽ അശ്രദ്ധ മൂലം വരാം, അല്ലെങ്കിൽ ചിലപ്പോ ആ ഒരു സെക്യൂരിറ്റി സുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന രീതിയിൽ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെയധികം അൺതിങ്കിങ് ആണ്, ചിന്താശൂന്യമായ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും അവിടെ ഒരു അപകട സാധ്യത ഉയർത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസൈഡർ ത്രെറ്റ് മനസ്സിലായോ? ഓക്കെ. ലാസ്റ്റ് വരുന്നതാണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്. നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവും അല്ലെ, എവിടെയെങ്കിലും ചിലപ്പോൾ നമ്മളൊരു വൈഫൈ നമുക്ക് നെറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വൈഫൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കും അല്ലെ, അതിന് നിയറസ്റ്റ് ആയിട്ട് ആരുടെങ്കിലും വൈഫൈ ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ടോ അല്ലെ? ചെയ്യാറുണ്ടായിരുന്നോ? ചെയ്യാറില്ലേ? ആരും ചെയ്തിട്ടില്ല, ആരെങ്കിലും ഒക്കെ ചെയ്ത് കാണുമല്ലോ അല്ലെ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യും അല്ലെ. നമുക്ക് എന്താണ് ഒരു നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള വൈഫൈ ഏതെങ്കിലും ഓപ്പൺ ആണോ അതൊക്കെ നോക്കും, അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴിയും നമ്മുടെ ഇൻഫർമേഷൻസ് പോകും എന്നാ പറയുന്നത്. ഓക്കെ, യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ക്യാൻ റിവീൽ യൂസേഴ്സ് ടു റിസ്ക് ലൈക്ക് ഡേറ്റ ഇന്റർസെപ്ഷൻ, അൺഓതറൈസ്ഡ് എൻട്രി. ചിലപ്പോ ഇങ്ങനെയുള്ള പബ്ലിക് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കോ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ അപകട സാധ്യതകളുണ്ട്? ചിലപ്പോൾ നമുക്ക് ഡേറ്റാസ് കിട്ടാനായിട്ട് ചിലപ്പോൾ തടസ്സം വന്നേക്കാം, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് എൻട്രി, അനുമതിയില്ലാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഇൻഫർമേഷൻസിലേക്കോ പ്രവേശനം നടന്നേക്കാം. ആ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, എന്താ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരാള് ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തിയേക്കാം അല്ലെ. നമ്മൾ പറഞ്ഞല്ലേ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നേരത്തെ പറഞ്ഞതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള അപകട സാധ്യതകള് ഇങ്ങനെയുള്ള അൺസെക്യൂർഡ് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അറ്റാക്കേഴ്സ് ക്യാൻ സ്നാച്ച് നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് ക്യാപ്ചേഴ്സ്. ഈ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിലൂടെ ഒത്തിരി പേര് ഈ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന ആ സെൻസിറ്റീവ് ആയുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ട്രാക്ക് ചെയ്യും. അങ്ങനെ ട്രാക്ക് ചെയ്തെടുത്ത് ക്യാപ്ചർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പാസ് ടു ദിസ് നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്തു പോകുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഇവരെന്ത് ചെയ്യുന്നു, തട്ടിയെടുക്കുകയാണ് ഈ അറ്റാക്കേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരൊറ്റ വൈഫൈ പാസ്വേഡ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒത്തിരി പേര് അതുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കും. അവർ പലതരത്തിലുള്ള ഇന്റർനെറ്റ് വഴി പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ ആ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്തു പോകുന്ന സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ ഇവർ എന്ത് ചെയ്യുന്നു, തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ടു മിറ്റിഗേറ്റ് ദ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്, ഇങ്ങനെയുള്ള ഓൺലൈൻ പരമായിട്ടുള്ള ഇങ്ങനെയുള്ള ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണികൾ ലഘൂകരിക്കണമെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ലൈക്ക് യൂസിങ് സ്ട്രോങ് ആൻഡ് യുണീക് പാസ്വേഡ് അല്ലെ. ഒന്നാമത്തെ കാര്യം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കാനുള്ളതാണ് അല്ലെ. നമ്മളൊക്കെ ഇടുന്ന ഏറ്റവും എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് അല്ലെ നമ്മൾ യൂസ് ചെയ്യാറ് അല്ലെ. ഇപ്പൊ അതിലേക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും അതില്, അല്ലെങ്കിൽ നമ്മുടെ പേരിന്റെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ടാവും അതില് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന പാസ്വേഡുകളല്ല ഇടേണ്ടത്, മറിച്ച് മറ്റൊരാൾക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുക. അത് ഒന്നാമത്തെ കാര്യമാണ്. Then frequently updating software and application. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന മാൽവെയർസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ടും സ്കാനേഴ്സ് ഉപയോഗിച്ച് ചെയ്യും, അതൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അപ്ഡേഷൻസ് നടത്തുക. അതുപോലെ തന്നെ enabling two-factor authentication. നമുക്ക് എന്തെങ്കിലും പാസ്വേഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിലേക്ക് പോകണമെങ്കിൽ നമ്മളെങ്ങനെ OTP വരാം അല്ലെ. അതാണ് ശരിക്കും ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. OTPs വരാറില്ലേ, നമ്മളൊരു ഇതിലേക്ക് കയറുമ്പോൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുന്നു, അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് OTP വരുന്നു, ദെൻ തിരിച്ച് നമ്മൾ ഈ OTP നമ്മൾ രണ്ടാമതും അവിടേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഓപ്പൺ ആയി വരുന്നുള്ളൂ അല്ലെ. ആ OTP ആണെങ്കിലും എങ്ങനെയാ, വളരെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിലാണ് അത് പോകുന്നത് അല്ലെ.
ഒത്തിരി സമയമൊന്നും നിലനിൽക്കുന്നതല്ല. അപ്പൊ അങ്ങനെ മറ്റൊരാൾക്ക് അപ്പൊ പെട്ടെന്ന് അത് ആക്സസ് ചെയ്ത് എടുക്കാനോ കാര്യങ്ങളുള്ള ഒരു സമയം അവിടെ കൊടുക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് കുറച്ചുകൂടി സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. ആൻഡ് ബീങ് കോഷ്യസ് ഓഫ് ഡൗട്ട്ഫുൾ ഇമെയിൽസ് ഓർ ലിങ്ക്സ്. അതുപോലെ തന്നെ നമുക്ക് സംശയപരമായിട്ടൊരു ഇമെയിലോ ലിങ്കുകളോ ഒക്കെ വന്നാൽ എപ്പോഴും അതിനെ കോഷ്യസ് ആയിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. അല്ലാതെ ഏതൊരു ഇമെയിൽ വന്നാലും ലിങ്ക് വന്നാലും അതിലേക്ക് ഓടിച്ചേർന്ന് കയറി അതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടി പരമായിട്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഗിവിംഗ് അവയർനെസ് ഓഫ് കറന്റ് സെക്യൂരിറ്റി ത്രെറ്റ്. നിലവിലുള്ള ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം, അല്ലെ? അതിനു വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഫോൺ കോൾ ഒക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾപ്പിക്കുന്നത്. അത് എപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ നമ്മളൊരു ബോധവാന്മാരാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അങ്ങനെ ഇപ്പൊ ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഒരു ഇമെയിലോ ലിങ്കുകളോ അല്ലെങ്കിൽ ഒരു കോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് തെറ്റാണെന്ന് തോന്നിയാൽ അതിനെതിരെ പരാതിപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള മെസ്സേജുകൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് കോൾ ചെയ്യുന്ന സമയത്ത് കേൾപ്പിക്കുന്നത്. എംപ്ലോയിങ് ഡിപെൻഡബിൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഫ്രീക്വന്റ്ലി ബാക്കിംഗ് ഓഫ് ഡേറ്റ. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെടുത്തുക. അതുപോലെ ബാക്കപ്പ് കൃത്യമായിട്ട് നമ്മൾ ഡേറ്റാസ് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ആൻഡ് കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് സേഫ് ഗാർഡ് against online security threat. ഇങ്ങനെയുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകൾക്കെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലൂടെ ഇങ്ങനെ ഒരു ത്രെറ്റ് വന്നാൽ നമുക്ക് അതിനെങ്ങനെ നേരിടാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും കുറച്ച് ഇൻഫോംഡ് ആവുക, അല്ലെങ്കിൽ ആ നോളജ് കുറച്ച് വർദ്ധിപ്പിച്ചു വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നും സംരക്ഷിതമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 8 എണ്ണം ഉണ്ട്. അതിൽ 8 എണ്ണവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാറിപ്പോവില്ല കേട്ടോ. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ മാൽവെയർ ആണെങ്കിൽ വൈറസുകൾ, വേംസ്, സ്പൈവെയർ മുതലായവയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ വഞ്ചനാപരമായ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഇമെയിൽസിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൂടെയോ മെസ്സേജുകളിലൂടെയോ അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാള് മറ്റൊരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ്. ഡേറ്റ ബ്രീച്ച് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള റെക്കോർഡുകൾ, ഫിനാൻഷ്യൽ ഡേറ്റാസ്, അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാക്കിങ്ങിലൂടെ അവർ സ്വന്തമാക്കുന്നു. ദെൻ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ തടസ്സങ്ങളും ചേഞ്ചസും ഒക്കെ വരുത്തുന്നതിനെയാണ്. പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അവിടെ പാസ്വേഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പാസ്വേഡ്സ് ക്രാക്ക് ചെയ്ത് അക്കൗണ്ടുകളിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രിയാണ്, അനുമതിയില്ലാതെ അവർ പ്രവേശിക്കുകയും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യും. ഇൻസൈഡർ ത്രെറ്റ് പറയുമ്പോൾ ആ ഓർഗനൈസേഷനിൽ ഉള്ള വ്യക്തികൾ തന്നെ ഉയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ്. സെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ സെക്യൂർഡ് അല്ലാത്ത വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആവുന്നത് വഴിയുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ക്ലിയർ ആണോ? 8 എണ്ണം ഓക്കെ ആണോ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കാണ്ട് മിസ്, ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും അല്ലെ? മറ്റു ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാത്തുണ്ടോ? ഇല്ല. ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓഡിറ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ചാപ്റ്റർ ആണ്. എക്വിപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ അല്ലെ? ഓക്കെ, അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്തായിരിക്കാം? അപ്പൊ നമ്മുടെ ഈ സാധാരണ ഒരു ഓഡിറ്റ് അല്ല, നമ്മുടെ ഹോസ്പിറ്റൽ പരമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയില് ഓഡിറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നോർമൽ ഓഡിറ്റ് പോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരിക്കാം ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓഡിറ്റ് നടത്തുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? എന്തിനു വേണ്ടിയായിരിക്കാം ഒരു ഹോസ്പിറ്റൽ ഓഡിറ്റ് നടത്തുന്നത്? മോഡ്യൂൾ 3 ആണ് കേട്ടോ. മോഡ്യൂൾ 3 12th ചാപ്റ്റർ ആണ്. എന്തിനായിരിക്കാം ഓഡിറ്റ് നടത്തുന്നേ? എന്തിനാവാം? ഒരു ഓഡിറ്റ്
ഓഡിറ്റ് ഒക്കെ നടത്താം. അവിടുത്തെ കൃത്യത എത്രത്തോളം ഉണ്ട് അല്ലെ, നല്ല ക്വാളിറ്റിയിലാണോ അവിടെ പരിചരണങ്ങൾ കൊടുക്കുന്നത്, അവരുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്താം. ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റൽ പരമായിട്ട് ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ വിലയിരുത്തുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഓഡിറ്റിംഗിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ ഡെഫിനിഷൻ: സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ പ്ലാനിംഗ്, delivery and evaluation of services with regard to efficiency, effectiveness and quality within given resources. അതായത് ഈ ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്, ഒരു ചിട്ടയായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് ആണ്, ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടക്കുന്നത്. ഓഫ് ദ പ്ലാനിംഗ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ്, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നൽകുന്ന സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങളുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ആസൂത്രണം, വിതരണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വിലയിരുത്തലുമാണ് ശരിക്കും ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയായിട്ടുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അത് എന്തിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ്? ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നൽകുന്ന സർവീസുകൾ, സേവനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അവരുടെ പ്ലാൻ ചെയ്യുന്നത് മുതൽ വിതരണം ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തലാണ് നമ്മളിവിടെ നടത്തുന്നത്. Clear ആണോ? With regard to efficiency, effectiveness and quality within given resources, നമ്മൾ നൽകുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കനുസൃതമായി നല്ല ക്വാളിറ്റിയിലാണോ അവിടെ സർവീസ് കൊടുക്കുന്നത്, വളരെ കാര്യക്ഷമമായിട്ടും ഫലപ്രാപ്തിയോട് കൂടിയാണോ ആ സർവീസുകൾ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മുതലായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിട്ടയായ രീതിയിൽ ഒരു വിശകലനം ചെയ്യുന്നതിനെ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് ഒരു ഓഡിറ്റ് എന്ന് മനസ്സിലായോ? എന്നോട് പറയണോ? ഓക്കെ ആണോ? Then it is the assessment of data, documents and resources to inspect performance of systems if meet specified standards. ഇവിടെ നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത്, വിലയിരുത്തുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ കൃത്യമായി ഇപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അവർ നിശ്ചിതമായ സ്റ്റാൻഡേർഡുകൾ പാലിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലെ. ആ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ അത് അറിയണമെങ്കിൽ അവർക്ക് കൃത്യമായി അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാസ് പരിശോധിക്കണം, ഡോക്യുമെന്റ്സ് പരിശോധിക്കണം അല്ലെ, അവിടെയുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങള് ഇവയെല്ലാം വിലയിരുത്തൽ നടത്തി ടു ഇൻസ്പെക്ട് പെർഫോമൻസ് ഓഫ് സിസ്റ്റം, അവിടുത്തെ എല്ലാ സംവിധാനങ്ങളുടെയും പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിലൂടെയാണ് നമ്മൾ ശരിക്കും ഓഡിറ്റിംഗ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് ഇതിന് കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെയുള്ള ഡേറ്റാസും ഡോക്യുമെന്റ്സും റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തി അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ശരിക്കും ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ഒരു ഓഡിറ്റ്? നോക്കിയേ, ഇൻ ഹെൽത്ത് കെയർ, ഈ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു സിസ്റ്റമാറ്റിക് വേ അല്ലെങ്കിൽ ഒരു ചിട്ടയായ വഴിയിലൂടെ റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങള് പരിഷ്കരിക്കാൻ, ഇവാലുവേറ്റ് അത് പരിഷ്കരിക്കാനും അത് വിലയിരുത്താനും കണ്ടെത്താനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ശരിക്കും ഓഡിറ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഇസ് എ പ്രോസസ്. ഇത് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്.
എന്ത് പ്രക്രിയ? യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തിനു വേണ്ടിയാണ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഓഡിറ്റ് ചെയ്യുന്നത്? ടു എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു ചിട്ടയായ രീതിയിൽ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണം എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്കാക്കുന്നു, വിലയിരുത്തുന്നു, അത് പരിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെ, അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ കൃത്യമായ രീതിയിലാണോ നടക്കുന്നത് അല്ലെ, അത് വിലയിരുത്തി ആവശ്യമായ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ പരിഷ്കരണങ്ങൾ നടത്തണമെങ്കിൽ അതും നടത്തുകയും ചെയ്യുക. ക്ലിയർ ആണല്ലോ? ആ ഒരു ഓഡിറ്റിംഗ് എപ്പോഴും ചിട്ടയായ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടാം. അതായത് എപ്പോഴും ഇംപ്രൂവ്മെന്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കണം അല്ലെ. ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ എപ്പോഴും ഇംപ്രൂവ്മെന്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കണം. ആ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി എപ്പോഴും നിലനിർത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഡിറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കൂടെയാണ് നമുക്ക് ആ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതൊരു സിസ്റ്റമാറ്റിക് വേയിലാണ്, ഒരു ചിട്ടയായ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആൻഡ് ഓഡിറ്റ് കാൽക്കുലേറ്റ് കറന്റ് പ്രാക്ടീസ് അഗെയിൻസ്റ്റ് എ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്. It belongs to clinical governance, which aims at safeguarding a high quality of clinical care for patients. ഇനി ഓഡിറ്റ് വഴി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കറന്റ് പ്രാക്ടീസ് അഗെയിൻസ്റ്റ് എ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്. അവർക്ക് നിർണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ നിർണയിച്ചിട്ടുള്ള ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടുത്തെ നിലവിലുള്ള പ്രകടനം അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പ്രാക്ടീസ്, നിലവിലുള്ള രീതികൾ എന്തൊക്കെയാണ് നമുക്ക് ഓഡിറ്റ് വഴി കൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പ്രാക്ടീസ് ആണോ നിലവിൽ അവിടെ നടക്കുന്നത് അല്ലെ, അത് കൃത്യമായിട്ട് നമുക്ക് ഒരു ഓഡിറ്റ് ചെയ്യുന്നത് വഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇറ്റ് ഈസ് ക്ലിനിക്കൽ ബിലോങ്സ് ടു ക്ലിനിക്കൽ ഗവേണൻസ് വിച്ച് എയിംസ് അറ്റ് സേഫ് ഗാർഡിംഗ്. ഈ ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? അറ്റ് സേഫ് ഗാർഡിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണങ്ങൾ ഉറപ്പുവരുത്തുക, സേഫ് ഗാർഡിംഗ് ചെയ്യുക, സുരക്ഷിതമാക്കുക എന്നതാണ് എപ്പോഴും ഒരു ഓഡിറ്റിങ്ങിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇതൊരു ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തിനു വേണ്ടിയാണ്? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങള് എങ്ങനെയാണെന്ന് കണക്കാക്കുന്നു, അത് വിലയിരുത്തൽ നടത്തുന്നു, പരിഷ്കരണങ്ങളും നടത്താൻ ആവശ്യമായ ഒരു ചിട്ടയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റ് വഴി നമുക്ക് ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് നിലവിൽ ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കണക്കാക്കാൻ സാധിക്കും. 3ാമത് പറഞ്ഞത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യൻസിന് നല്ല ഉയർന്ന ക്വാളിറ്റിയിലുള്ള ക്ലിനിക്കൽ കെയർ അല്ലെങ്കിൽ പരിചരണങ്ങൾ ലഭ്യമാക്കുക അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ 2 ഡെഫിനിഷനും ഓഡിറ്റ് എന്ന് പറയുന്നതും ക്ലിയർ ആണോ? എന്നാൽ മാത്രമേ അടുത്തത് പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കാരണം വൈ ഓഡിറ്റ് അതൊക്കെ കുറച്ച് ഒന്ന് പറയാനുണ്ട്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമില്ല. ചെറിയ ചെറിയ പോയിന്റ്സ് ചെറിയ രണ്ട് ക്ലാസ് കൊണ്ടൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ഇതൊരു വലിയ ചാപ്റ്റർ ഒന്നും അല്ലേ. ആ ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുത്തുകഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാല് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡെഫിനിഷനും ആ ഓഡിറ്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്തെടുക്കാമേ. മിസ്സിൻ എന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അത് ഓഡിറ്റ് ആണേ. മിസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് മിക്കവാറും വാഹിദ മാം ആയിരിക്കും എടുക്കുക അല്ലെ. മാമിന്റെ ചാപ്റ്റേഴ്സ് എടുക്കുന്നത് കഴിയാറായില്ലേ? അപ്പൊ മാം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തില്ലേ? ശ്രീസ മാം ആണോ സ്റ്റാർട്ട് ചെയ്തേ? ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. അപ്പൊ അതും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സും കൂടി ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അതും കൂടിയല്ലേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷമായിരിക്കും വന്ദന മാം ഉണ്ടാക്കി.
അവർ രണ്ടുപേരും കൂടിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് കവർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീക്കിനുള്ളിൽ മിക്കവാറും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് നമ്മുടെ കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, വിഷുവും അതിന്റെ മറ്റേ ഫ്രൈഡേയുടെ ലീവ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത മേ ബി അതിന്റെ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കുമായിരിക്കും കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ല? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ആരാണ് എടുക്കുന്നതെന്ന് മിസ്സിന് അറിയില്ല കേട്ടോ, ചോദിച്ചു നോക്കട്ടെ. ശരി, താങ്ക് യു.